ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. റോണ്ടാപ്പൻ പറഞ്ഞതാ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറില്ലേ, ചേച്ചി എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്? അതിൻ്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുക. എൻ്റെ പ്രശ്നങ്ങളിൽ എനിക്ക് താങ്ങും തണലും സന്തോഷവും സമാധാനവും ഒക്കെ ആയത് റോണ്ടാപ്പൻ്റെ ദ സീക്രട്ട് എന്ന ഈ ഒരൊറ്റ ബുക്കാണ്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ വിളിച്ച് പറയുമ്പോൾ, സങ്കടങ്ങൾ വിളിച്ച് എന്നെ പറയുമ്പോൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ വിവരിക്കുമ്പോൾ, ഇതേ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അതെല്ലാം കേട്ട് നിങ്ങളെ ഹാപ്പി ആവുന്നുണ്ട്. എന്നെ വിളിച്ചു കഴിയുമ്പോൾ അല്ലേ, എന്നെ ഡെയിലി വിളിക്കുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളിൽ പലർക്കും അറിയാം. അപ്പോൾ അത്രയും സന്തോഷം നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും എൻ്റെ ഉള്ളിൽ നിറച്ചത് ഈ ഒരൊറ്റ ബുക്കാണ്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഇനി അങ്ങോട്ട് എന്നേക്കാളേറെ സന്തോഷവാന്മാരും സന്തോഷവതികളായി മാറാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് ഈ ബുക്കിലൂടെ ഒരു യാത്ര പുറപ്പെടുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഒരു എപ്പിസോഡ് പോലും വിടാതെ ഇത് കാണുക, കേൾക്കുക, അനുഭവിക്കുക, അറിയുക. നിങ്ങളിലെ മാറ്റവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. രോഗം കൊണ്ട് വലയുന്നവർക്ക്, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ ആണ്ടുപോയവർക്ക്, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയവർക്ക്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സാമ്പത്തിക തകർച്ചയിൽ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പറ്റാതെ പോയവർക്ക്, സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക്, എല്ലാവർക്കും അവരവരുടെ ജീവിതത്തെ തിരിച്ചു പിടിപ്പിക്കാനും ജീവിത വിജയം കൈവരിക്കാനുമുള്ളൊരു കച്ചിത്തുരുമ്പാണിത്. അപ്പോൾ ഇത് വിട്ടുകളയരുത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാൻ പോവുക. അതിനു മുമ്പ് ഈ എഴുത്തുകാരൻ, അതായത് റോണ്ടാപ്പൻ ചെയ്തത് എന്താണ്? അദ്ദേഹം ഈ പ്രപഞ്ചത്തിനോടും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ എല്ലാവരോടും, എല്ലാ ഇൻസിഡൻസിനോടും, എല്ലാ വ്യക്തികളോടും കൃതജ്ഞത രേഖപ്പെടുത്തിയായിരുന്നു. അപ്പം നമുക്കും അത് തന്നെ ചെയ്യാം. നമ്മൾ ജനിപ്പിച്ച മാതാപിതാക്കളോട്, നമ്മളെ വളർത്തിയവരോട്, നമ്മളെ തളർത്തിയവരോട്, നമുക്ക് ഈ അസുഖം തന്നതിനോട് അല്ലേ, ദൈവത്തിനോട് നന്ദി പറയണം ഈ അസുഖം നമുക്ക് തന്നതിന്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നത്. ഇത്രയും പേരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്, ഈ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും എന്നെ ഇത്ര ഇത് സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അതിനൊക്കെ എന്ത് പുണ്യം ചെയ്തതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ അതിനെല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ജീവിത പങ്കാളികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമുക്ക് ലൈഫിൽ കിട്ടിയ, നമ്മൾ അറിഞ്ഞും അറിയാതെയും പോയി ഒരുപാട് നന്മകളുണ്ട്. അതിനൊക്കെ നന്ദി പറയാം. ഇന്നലെ വരെ അല്ലെ ഈ നിമിഷം വരെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങോട്ട് വിട്ടുകളയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര തീർച്ചയായിട്ടും പോവുകയാണ്. ഞാൻ ഈ ബുക്ക് ഓരോ പേജും ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ വിവരിച്ചു തരും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ഇടാം, ഞാൻ അതിന് റിപ്ലൈ തരും. അതല്ലെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പോൾ ഒരാളും ഇത് മിസ് ചെയ്യാതെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുക. എല്ലാ എപ്പിസോഡും നമുക്ക് ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ നിരാശയുടെ പടുകുഴിയിലും അവലാദ്യം പരിഭവങ്ങളും പരാതികളായിട്ട് കഴിഞ്ഞാൽ പോരാ. നമ്മളൊന്ന് മാറി നോക്കുക. നമ്മൾ നോക്കുക ഈ രഹസ്യം അറിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുകയെന്ന്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും. ഈ താളുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ രഹസ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്തും ആവാൻ, നേടാൻ, ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളെ കാത്തിരിക്കുന്ന മഹനീയ സന്ദർഭം ഏതാണെന്ന് നിങ്ങൾ അറിയും. ഇത് രസമെന്നറിയാം. ബുക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക. വല്ലാത്തൊരു എനർജിയാണ്. ബോബ് പ്രോക്ടർ ഉണ്ട്, തത്വചിന്തകനാണ്, എഴുത്തുകാരനാണ്, വ്യക്തിത്വ പരിശീലകനാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം ഈ ബുക്ക് ഫോളോ ചെയ്ത് ജീവിത വിജയം നേടിയ ആളാ. നിങ്ങൾക്ക് വേണ്ടത് എന്തും രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും. സന്തോഷം, ആരോഗ്യം, പണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം, ചെയ്യാം, ആയിത്തീരാം. അതാരാ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ ജോ വിറ്റ്ലെയാണ്. അദ്ദേഹം മാർക്കറ്റിംഗ് വിദഗ്ധനാണ്, എഴുത്തുകാരനാണ്. ഇത് ഫോളോ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും. അത്
എത്ര വലുതായാലും പ്രശ്നമില്ല. ജോൺ അഷ്റഫ പറഞ്ഞത്, സംരംഭകനാണ്, ധനാർജന വിദഗ്ധനാണ്. അവരെല്ലാവരും ഇത് ഫോളോ ചെയ്ത് ജീവിത വിജയം നേടിയവരാണ്. പിന്നെന്താ, നമുക്കായിക്കൂടെ? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പോരെ? ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാൽ പോരെ? നമ്മൾ അറിയാൻ പോവുക, നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടാൻ പോവുക, നമ്മൾ ഒരുമിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോവുക. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്താൽ മാത്രം മതി. ഡോക്ടർ ഡെന്നിസ് വെയ്റ്റ്ലി എന്താ പറഞ്ഞതെന്നറിയോ? മനഃശാസ്ത്ര വിദഗ്ധനാണ്, മാനസിക ശേഷി വികസന പരിശീലകനാണ്. കഴിഞ്ഞ കാലത്ത് ഈ രഹസ്യം മനസ്സിലാക്കിയ വ്യക്തികൾ അത് മറ്റാർക്കും പങ്കുവെക്കാതെ സ്വന്തമായി വെക്കാൻ ആഗ്രഹിച്ചു. ഈ രഹസ്യം ജനങ്ങളെ അറിയിക്കാതെ അവർ സൂക്ഷിച്ചു. ആളുകൾ തൊഴിലിനു പോയി അവരുടെ ജോലി ചെയ്തു, തിരികെ വീട്ടിൽ വന്നു. സ്വന്തമായൊരു ശക്തിയും നേടാതെ ഒരു തിരിക്കലിൽ എന്ന പോലെ അവർ അധ്വാനിച്ചു. രഹസ്യം ചുരുക്കം ചില വ്യക്തികളിൽ ഒതുങ്ങി. അങ്ങനെ ഒതുങ്ങിയാൽ മതിയോ? ഇതിപ്പോ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ. അത് ഭയങ്കര തെറ്റാ. കാരണം എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തർ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന്. ഞാൻ എങ്ങനെയാണോ ഇങ്ങനെ ആയത് അത് നിങ്ങളും ആയിത്തീരണം, ഇത്ര ഹാപ്പി ആയിട്ട്. ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തിക അത്ഭുതങ്ങൾ, ശരീരത്തിലും മനസ്സിലും രോഗശാന്തി നേടിയ അത്ഭുതങ്ങൾ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ. ഇതാരാ പറഞ്ഞത്? മൈക്കിൾ ബെർണാഡാ. എന്ത് സുഖാണ് ഈ ബുക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ. നമുക്കൊരാളും വേണ്ട, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പൂർണ്ണ ബോധ്യം നമുക്ക് ആക്കിത്തരുന്ന അതിമനോഹരമായൊരു ബുക്കാണിത്. ഇന്നു മുതൽ ഇത് ഞാൻ നിങ്ങൾക്കും കൂടി പകർന്നു തരികയാണ്. നിങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പലരും മടിച്ചികളും മടിയന്മാരും ഉണ്ട് വായിക്കാനല്ലേ. പക്ഷെ ഇത് നമ്മുടെ ഒരു ബുക്കായിട്ട് നിങ്ങൾ കരുതരുത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നിധിയാണ് നമുക്ക് കിട്ടിയ. ഇത് ജീവിതത്തിൽ നമ്മൾ പകർത്തുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ അറിയാം. ഇനി എന്താണ് രഹസ്യം എന്ന് വെളിപ്പെടുത്തുക? നിങ്ങളൊരു പക്ഷെ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ, എന്താണ് രഹസ്യം എന്ന്? ഞാൻ ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാം അല്ലേ? ഞാനല്ലട്ടത് പറയുന്ന എഴുത്തുകാരനാണ്. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായൊരു ശക്തി മൂലമാണ്. നമ്മളെല്ലാം നയിക്കുന്നത് ഒരേ ഒരു നിയമം അനുസരിച്ചാണ്, പ്രകൃതിയുടെ നിയമങ്ങൾ. അത്യധികം സൂക്ഷ്മവും കൃത്യവും ആണത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ ശൂന്യാകാശ പേടകം നിർമ്മിക്കാൻ കഴിയുന്നത്. നമുക്ക് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ കഴിയുന്നത്. അവിടെ ചെന്നിറങ്ങുന്ന സമയം നിമിഷാർദ്ധത്തിൽ കൃത്യതയിൽ നിർണ്ണയിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും നാം എല്ലാം ആ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ നിയമം. എന്താണ് നിയമം? ആകർഷണ നിയമം. അതെ, നമ്മളിലൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ മാഗ്നറ്റിക് പവർ കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം ആകർഷിച്ചെടുക്കാൻ പോവുക. സന്തോഷവും സമാധാനവും സമ്പത്തും ആരോഗ്യവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബിംബങ്ങൾ കാരണമാണ് അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ, അതിനെയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ശക്തിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആകർഷണ നിയമം, അതിൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും, അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പഠിക്കാം. കാരണം പയ്യെ തിന്നാ പനയും തിന്നാനാണ്. അടുത്ത ഭാഗം തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ലളിതമാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എന്താണ് ഈ രഹസ്യത്തിൻ്റെ രസതന്ത്രം, അതിൻ്റെ സൂത്രം എന്താണെന്ന് നമുക്ക് അറിയണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം, ഒരുമിച്ച് മുന്നേറണം. അപ്പോൾ ഈ വീഡിയോ ദയവ് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളിത് ആവർത്തിച്ചൊന്നും കൂടെ കേൾക്കുക, അറിയുക, കാണുക. ഞാനിത് ഡെയിലി ഈ ബുക്ക് 2-3 പ്രാവശ്യം വായിക്കും, ഓരോ പേജും. നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൽ? എന്നെ പലരും വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഞാനത് കേട്ടോണ്ടിരിക്കും. ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മകൾ എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല. അത് തന്നെയല്ലേ അവർ ചിന്തിക്കുന്നത്, അത് തന്നെയല്ലേ അവർ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രോഗത്തെക്കുറിച്ച് മാത്രമല്ലേ ഏത് നിമിഷവും ചിന്തിക്കുന്നത്. അതുകൊണ്ട് രോഗം നമുക്ക് വീണ്ടും വീണ്ടും അത് തന്നെയല്ലേ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4 ആളെ കണ്ടാൽ നമുക്ക് നമ്മുടെ രോഗത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാനല്ലേ സമയം ഉണ്ടാവും. നമ്മൾ എന്താണോ ആകർഷിക്കുന്നത്, നമ്മുടെ ചിന്ത തന്നെയാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ
ജീവിതം. ഇന്ന് മുതൽ ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റുക. എനിക്ക് ചെറിയൊരു അസുഖം വന്നിട്ടേ ഉള്ളൂ, ഇത് മാറും, ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ്. ആരും മിസ് ചെയ്യരുത്. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ലവ് യു ഓൾ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു.